പത്തരമാറ്റിൻ്റെ വരാനിരിക്കുന്ന ഒരു അടിപൊളി എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ആദർശും നയനയും ഓഫീസിലോട്ട് പോകാൻ വേണ്ടിയിട്ട് ഒരുങ്ങുകയാണ്. അങ്ങനെ ലഞ്ച് എടുക്കാനായിട്ട് നയന കിച്ചണിലോട്ട് പോയ സമയത്ത് ദേവയാനി ചോദിക്കുന്നുണ്ട്, അല്ല മോളെ, ഇന്നലെ മോളെ കൂട്ടിക്കൊണ്ടു വന്നതിനെക്കുറിച്ച് ആദർശിന് സംശയമൊന്നുമില്ലല്ലോ, അവൻ എന്തെങ്കിലും ചോദിച്ചിരുന്നോ എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് ആദർശേട്ടൻ ഇന്നലെ ഒരുപാട് ചോദിച്ചു, അമ്മ എന്നോട് എന്തെങ്കിലും പറഞ്ഞോ, വരുന്ന വഴിക്ക് അമ്മ എന്തെങ്കിലും നിന്നോട് സംസാരിച്ചായിരുന്നോ എന്നിങ്ങനെ ചോദ്യങ്ങളൊക്കെ ചോദിച്ചിരുന്നു. ആദർശേട്ടന് സംശയമുള്ളതുപോലെയൊക്കെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. പക്ഷേ ആ അർത്ഥത്തിലൊന്നും ചോദിച്ചില്ല. അമ്മ ഇനി അമ്മയും മരുമകളും സ്നേഹിച്ച് തുടങ്ങിയോ എന്നുള്ള രീതിയിലൊന്നും ചോദിച്ചില്ല. പക്ഷെ നമ്മൾ കരുതിയിരിക്കണം അമ്മേ എന്നൊക്കെ ഇങ്ങനെ ദേവയാനിയോട് നയന പറയുന്നുണ്ട്. ആ സമയത്ത് ദേവയാനി പറയുന്നുണ്ട്, അവൻ്റെ ഉള്ളിൽ സംശയം കുടുങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഏത് വിധേനയും അവൻ കണ്ടെത്തിയിരിക്കും. എന്തായാലും മോളും വളരെയധികം ശ്രദ്ധിക്കണം കേട്ടോ എന്നൊക്കെ പറയുകയാണ്. ആ സമയത്ത് നയന പറയുന്നുണ്ട്, ഇത് ആദർശേട്ടനോടെങ്കിലും ഒന്ന് തുറന്ന് പറയണ്ടേ അമ്മേ, എങ്ങാനും ആദർശേട്ടൻ കണ്ടെത്തി കഴിഞ്ഞാൽ പിന്നെ അത് ആദർശേട്ടന് ഉൾക്കൊള്ളാൻ കഴിയില്ല. ഇത് അവരോട് പറയുന്നതിന് കൊണ്ട് എന്താ ബുദ്ധിമുട്ട് എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് ദേവയാനി പറയുന്നുണ്ട്, അച്ഛനും മകനും എൻ്റെ മുന്നിൽ നിന്നും കുറേ കാലം നാടകം കളിച്ചതല്ലേ, എന്നിൽ നിന്നും എല്ലാം മറച്ചു വെച്ചതല്ലേ, അപ്പം ഓർക്കണമായിരുന്നു ഇങ്ങനെയും ഒരു അവസ്ഥ ഉണ്ടാകുമെന്നുള്ളത്. ആദർശം അറിയുന്ന സമയത്ത് ഞാൻ അവിടെ തക്കതായിട്ടുള്ള മറുപടി കൊടുത്തോളാം മോളെ എന്നൊക്കെ പറയുകയാണ്. എന്നിട്ട് മോൾക്കൊരു കുഴപ്പവും സംഭവിക്കില്ല, മോൾ എന്തിനാ അവനെ വെറുക്കണം, ഞാൻ പറഞ്ഞത് കൊണ്ടല്ലേ മോനെ അവരോടൊന്നും പറയാത്തത് എന്നൊക്കെ പറയുകയാണ് ദേവയാനി. അങ്ങനെ പിന്നീട് ലഞ്ചൊക്കെ കൊടുത്തിട്ട് ആ സമയത്താണ് ആദർശ് താഴോട്ട് വരുന്നത്. അങ്ങനെ ആദർശ് വരുന്നത് കണ്ടിട്ട് അവർ വിഷയം മാറ്റി ലഞ്ചൊക്കെ എടുത്തിട്ട് നയന വേഗം പോരുകയാണ്. ആ സമയത്തും അമ്മയമ്മയ്ക്കും മരുമകൾക്കും എന്താ കിച്ചണിലൊരു സംസാരം, അവർ സംസാരിക്കുന്നതായിട്ടാണല്ലോ ഞാൻ കണ്ടത് എന്നൊക്കെ ചിന്തിച്ച് നിൽക്കുകയാണ് ആദർശ്. അങ്ങനെ നയന പെട്ടെന്ന് തന്നെ ഫുഡൊക്കെ എടുത്തിട്ട് പോരുന്നുണ്ട്. അങ്ങനെ പോവാൻ വേണ്ടിയിട്ട് കാറിലോട്ട് പോകുന്ന സമയത്ത് നയന പിന്നിലൂടെ ആദർശ് കാണാതെ ദേവയാനിക്ക് ടാറ്റയൊക്കെ കൊടുക്കുന്നുണ്ട്. അങ്ങനെ അവർ ഓഫീസിലോട്ട് പോവുകയാണ്. ദേവയാനിക്കാണെങ്കിൽ അവർ പോകുന്നത് കണ്ടിട്ട് ഓഫീസിലേക്കാണെങ്കിലും നയനയെ മിസ് ചെയ്യുന്നതിൽ വളരെയധികം സങ്കടമുണ്ട്. അങ്ങനെ മോളെ എത്രയും പെട്ടെന്ന് ഓഫീസിൽ നിന്ന് വേഗം വന്നാൽ മതിയായിരുന്നു, വൈകുന്നേരം വേഗം ഒന്ന് ആയി കിട്ടിയാൽ നന്നായിരുന്നു എന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ച് നിൽക്കുകയാണ് ദേവയാനി. അങ്ങനെ ആദർശും നയനയും ഓഫീസിലൊക്കെ എത്തുകയാണ്. ആ സമയത്തും ആദർശിൻ്റെ മനസ്സിൽ അമ്മ നയനയെ കൂട്ടിക്കൊണ്ടു വന്നതിനെ കുറിച്ചുള്ള ആ ഒരു ചിന്ത മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. എന്നിട്ട് അവർക്കിടയിൽ എന്തൊക്കെയോ സംഭവിക്കുന്നുണ്ട്, എന്തൊക്കെയോ നാടകങ്ങൾ അരങ്ങേറുന്നുണ്ട്, ആരൊക്കെയോ കബളിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്നൊക്കെ ചിന്തിക്കുകയാണ്. ഇനി നയനയെങ്ങാനും എന്നെ കബളിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടോ, എന്നിൽ നിന്നും എന്തെങ്കിലും മറച്ചു പിടിക്കുന്നുണ്ടോ, അങ്ങനെ വന്നാൽ അവൾ എന്നോട് ചതി ചെയ്യുകയാണ് എന്നേ ഉണ്ടാവുകയുള്ളൂ. അവൾ എന്നെ ചതിക്കുകയാണെങ്കിൽ അതെനിക്ക് ഒട്ടും തന്നെ താങ്ങാനാവില്ല എന്നൊക്കെ ചിന്തിച്ച് നിൽക്കുകയാണ് ആദർശ്. അങ്ങനെ ആ സമയത്താണ് നയന ക്യാബിനിലോട്ട് വരുന്നത്. ആ സമയത്ത് നയന ചോദിക്കുന്നുണ്ട്, എന്താ ആദർശേട്ടാ ഇങ്ങനെ ആലോചിച്ച് നിൽക്കുന്നത്, എന്ത് പറ്റി, ഇന്നലെ മുതൽ കാണുന്നതാണല്ലോ എന്തൊക്കെയോ ആലോചിച്ച് കൂട്ടുന്നത്, എന്ത് പറ്റി, എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് എന്ത് പ്രശ്നം, ഒന്നുമില്ല, ഇനി പ്രശ്നങ്ങൾ ഉണ്ടാവാതിരുന്നാൽ മതി, ആരൊക്കെയോ എന്തൊക്കെയോ എന്നിൽ നിന്നും മറച്ചു വെക്കുന്നുണ്ടോ എന്നുള്ളൊരു സംശയം എന്നൊക്കെ പറയുന്ന സമയത്ത് നയന ഒന്ന് പേടിക്കുന്നുണ്ട്. എന്നിട്ട് നയന പറയുന്നുണ്ട്, എന്ത് മറച്ചു വെക്കാനാ ആദർശേട്ടൻ എന്താ ഈ പറയുന്നത്, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എന്നൊക്കെ പറയുന്ന സമയത്ത് പിന്നീട് എല്ലാം മനസ്സിലായിക്കോളും എന്നൊക്കെ പറഞ്ഞ് ആദർശ് മിണ്ടാടിയിരിക്കുകയാണ്. ആ സമയത്ത് വീണ്ടും ആദർശേട്ടൻ എന്തൊക്കെയായി പറയുന്നത്, ആദർശേട്ടൻ ബിസിനസ്സിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നുള്ള രീതിയിലൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഒരു പ്രശ്നവുമില്ല, താൻ തൻ്റെ ജോലി എന്തായാലും ചെയ്യാൻ നോക്ക് എന്നൊക്കെ പറയുകയാണ്. അങ്ങനെ ആദർശിൻ്റെ ആ ഒരു മുഖഭാവവും ആ ഒരു ഭാവവും കണ്ടിട്ട് നയനയ്ക്കാണെങ്കിലും സങ്കടമൊക്കെ ആവുന്നുണ്ട്. എന്നിട്ട് നയന അവിടെ നിന്ന് പോവുകയാണ്. പോകുന്ന സമയത്താണെങ്കിൽ നയന മൊബൈൽ എടുക്കാൻ വേണ്ടിയിട്ട് മറക്കുകയാണ്. അങ്ങനെ നയന ക്യാബിനിൽ ചെന്നിട്ടും നയന ഇതേക്കുറിച്ചാണ് ചിന്തിക്കുന്നത്. ആദർശേട്ടൻ എന്തെങ്കിലും സംശയം തോന്നിക്കാണുമോ, ഇനി എൻ്റെ അമ്മ അറിഞ്ഞതുപോലെ തന്നെ ആദർശേട്ടനും ഇക്കാര്യം അറിഞ്ഞിട്ടുണ്ടാകുമോ, ആദർശേട്ടൻ അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഞാൻ പറയാതിരുന്നതിന് ആദർശേട്ടൻ എന്തായാലും സങ്കടം വരും, അമ്മയാണെങ്കിൽ അത് പറയാനും സമ്മതിക്കുന്നില്ല, ഞാനാകെ കുഴഞ്ഞു നിൽക്കുന്ന അവസ്ഥയിലാണല്ലോ, കുഴപ്പമൊന്നുമില്ലാതെ രക്ഷിക്കണേ ദൈവമേ എന്നൊക്കെ പ്രാർത്ഥിക്കുകയാണ് നയന. അങ്ങനെ പിന്നീട് ആ ഒരു സമയത്ത് മൊബൈലൊക്കെ മറന്നു വെച്ചിട്ടാണ് നയന ക്യാബിനിലോട്ട് വന്നിരിക്കുന്നത്. ആ ഒരു സമയത്താണ് ദേവയാനി നയനയെക്കുറിച്ചൊക്കെ ഇങ്ങനെ ആലോചിക്കുന്നത്. എന്നിട്ട് മോളെ ഒന്ന് വിളിച്ചു നോക്കാം, എന്താ ചെയ്യുന്നത് എന്നുള്ളതൊക്കെ അവളുടെ ഒരു സംസാരം കേൾക്കാലോ എന്നൊക്കെ ചിന്തിച്ചിട്ട് നമ്മുടെ ദേവയാനി നയനയുടെ ഫോണിലോട്ട് വിളിക്കുകയാണ്. ആ സമയത്ത് ആദർശിൻ്റെ ക്യാബിനിൽ നിന്നായിരുന്നു ആ ഫോൺ റിങ് ചെയ്തത്. നയന അത് കേൾക്കുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ നയനയുടെ ഫോണാണല്ലോ, അവളിവിടെ വെച്ച് മറന്നു പോന്നതാണല്ലോ, ഇത് കൊണ്ടു കൊടുക്കാം, ആരോ വിളിക്കുന്നുണ്ടല്ലോ എന്നൊക്കെ ചിന്തിച്ച് ഫോൺ എടുക്കാൻ പോകുന്ന സമയത്താണ്
തൻ്റെ അമ്മയാണല്ലോ നയനയെ വിളിക്കുന്നത് എന്ന് മനസ്സിലാകുന്നത്. നമ്പർ നോക്കിയ സമയത്ത് അമ്മയായിരുന്നു. അമ്മ എന്തിനാ ഇപ്പോൾ ഇവളെ വിളിക്കുന്നത്? ഇവളെ വിളിക്കേണ്ട ആവശ്യമില്ലല്ലോ, വിളിക്കാറില്ലല്ലോ. എന്നെയാണല്ലോ എന്തിനെങ്കിലും ആവശ്യത്തിന് വിളിക്കുന്നത്. എന്നെ കിട്ടാഞ്ഞാലും അവളെ മൊബൈലിലേക്ക് വിളിക്കുന്ന സ്വഭാവമൊന്നുമില്ലല്ലോ എന്നൊക്കെ ചിന്തിക്കുകയാണ്. എന്നിട്ട് ആദർശ് ആ കോള് അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് കേൾക്കുന്നത് ആ മോള് ആദർശിൻ്റെ അടുത്തൊന്നുമല്ലല്ലോ. എന്താ പരിപാടി? തിരക്കിലാണോ? പിന്നെ നല്ലോണം ഭക്ഷണമൊക്കെ കഴിക്കണം കേട്ടോ. ശരീരം നന്നായിട്ട് നോക്കണേ. ഈയിടെയായിട്ട് ശരീരം നോക്കുന്നത് കുറവാണ്. വളരെയധികം ശ്രദ്ധിക്കണം കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് വെള്ളം കുടിക്കണം കേട്ടോ എന്നൊക്കെ ഇങ്ങനെ സ്നേഹത്തോടെ പറയുകയാണ് ദേവയാനി. ആ ഒരു ദേവയാനിയുടെ സംസാരം കേട്ടിട്ട് ആകെ ഞെട്ടിത്തരിച്ച് ഷോക്കായിട്ട് നിൽക്കുകയാണ് ആദർശ്. എന്നിട്ട് അമ്മയും മരുമകളും ചേർന്ന് എന്നെ ഇത്രയും കാലം കബളിപ്പിക്കുകയായിരുന്നല്ലേ, നാടകം കളിക്കുകയായിരുന്നല്ലേ, എന്നെ ചതിക്കുകയായിരുന്നല്ലേ എന്നൊക്കെ ഇങ്ങനെ ഷോക്കോടുകൂടി ആ ഒരു സങ്കടത്തോടു കൂടി ചിന്തിച്ച് നിൽക്കുകയാണ് ആദർശ്. എന്നിട്ട് ഇതെന്തായാലും ഇതിലൊരു ക്ലാരിറ്റി വരുത്തണം. ഇനിയിപ്പോൾ നയനയുടെ അവരുടെ മുമ്പിൽ വെച്ചിട്ട് നയനയോടുള്ള സ്നേഹം കാണിക്കുകയാണോ, സ്നേഹിക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് കൂട്ടിക്കൊണ്ടു വന്നതാണല്ലോ, അതിന് വേണ്ടിയിട്ടാണോ ഇനി അറിയില്ല. ഇത് എന്തായാലും ഉറപ്പ് വരുത്തണം എന്നൊക്കെ ചിന്തിക്കുകയാണ്. അങ്ങനെ പിന്നീട് നയന തിരിച്ച് പ്രതികരണമൊന്നും കേൾക്കാത്തതിൽ ദേവയാനി ചോദിക്കുന്നുണ്ട്, അല്ല മോളെ നീ എന്താ ഒന്നും മിണ്ടാത്തത്? ഓ അവിടെ ആളുണ്ടാവുമല്ലേ, ആദർശം ഉണ്ടാവുമല്ലേ, അതിനെക്കൊണ്ടാണല്ലേ നീ മറുപടി പറയാത്തത്? എന്നാൽ ഞാൻ പിന്നെ വിളിക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് ദേവയാനി ഫോൺ കട്ട് ചെയ്യുകയാണ്. ആ സമയത്താണെങ്കിൽ ഷോക്കേറ്റ അവസ്ഥയിലാണ് ആദർശ് നിൽക്കുന്നത്. അങ്ങനെ പിന്നീട് തൻ്റെ ഫോൺ എടുക്കാനായിട്ട് നയന അങ്ങോട്ട് വരുന്നുണ്ട്. ആ സമയത്ത് ആദർശ് ആകെ ടെൻഷൻ അടിച്ച് ആകെ വല്ലാണ്ടിരിക്കുകയാണ്. ആദർശിൻ്റെ ആ ഒരു മുഖം കണ്ടിട്ട് നയനയ്ക്ക് എന്തോ പന്തികേട് തോന്നുകയാണ്. എന്നിട്ട് ആദർശേട്ടാ എന്ത് പറ്റി? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? നേരത്തെയാണെങ്കിൽ ഞാൻ ചോദിച്ചിട്ട് ഒന്നും പറയുന്നില്ലല്ലോ, എന്താ പറ്റിയത് എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് ഒന്നുമില്ല, എനിക്ക് അത്യാവശ്യമായിട്ട് വീട്ടിൽ പോകണം, എന്താണെന്നറിയില്ല, ഇന്ന് വളരെയധികം തലവേദനയും ഇതും വർക്ക് ചെയ്യാനും മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നാണ് തോന്നുന്നത്, എനിക്കെന്തോ അസ്വസ്ഥത പോലെ എന്നൊക്കെ പറയുന്ന സമയത്ത് എനിക്ക് സങ്കടം വരുന്നുണ്ട്. എന്ത് പറ്റി? ശ്വാസം മുട്ടലോ എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് ഒന്നുമില്ല, എനിക്കൊന്ന് കിടന്നാൽ മതി എന്നൊക്കെ പറയുകയാണ്. അങ്ങനെ പതിവിലും നേരത്തെ ഇന്ന് ആദർശും നയനയും വീട്ടിലേക്ക് പോവുകയാണ്. അങ്ങനെ ആദർശ് നേരെ മുറിയിലോട്ട് പോകുന്നുണ്ട്. നയനയാണെങ്കിൽ ഈ ലഞ്ച് ബോക്സ് ഒക്കെ ആയിട്ട് കിച്ചണിലോട്ടാണ് പോകുന്നത്. ആ സമയത്ത് ദേവയാനി ചായക്കുള്ള കടികളൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നയനയെ കണ്ടപ്പോൾ എന്ത് പറ്റി മോളെ, ഇന്ന് നേരത്തെയാണല്ലോ, എന്ത് പറ്റി, പുറത്തേക്ക് എങ്ങനെ പോവാണോ എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് അങ്ങനെയൊന്നുമില്ല, എന്താണെന്നറിയില്ല, ആദർശേട്ടൻ ഇന്ന് വളരെയധികം തലവേദനയും ഇതൊക്കെയാണ്, എന്താണെന്നറിയില്ല എന്നൊക്കെ ഇങ്ങനെ അവർ തമ്മിൽ നല്ലോണം സംസാരിക്കുകയാണ്. അങ്ങനെ ആദർശ് മുകളിലോട്ട് പോയ സമയത്ത് നയനയെ കാണാതിരുന്നപ്പോൾ ആദർശ് പതുക്കെ താഴോട്ട് വന്ന് നോക്കുകയാണ്. ആ സമയത്താണ് ഇവർ തമ്മിൽ കിച്ചണിലിരുന്ന് ഓരോ സംസാരിക്കുന്ന കാഴ്ച കാണുന്നത്. ആ സമയത്ത് ആദർശ് ചിന്തിക്കുന്നുണ്ട്, അപ്പോൾ രണ്ടുപേരും എന്നെ ചതിക്കുകയായിരുന്നല്ലേ, ഞാൻ വിചാരിച്ചത് തന്നെയാണ് സത്യം. അപ്പോൾ അമ്മ വിളിച്ചത് വെറുതെ ഒന്നുമല്ല, മരുമകളോടുള്ള സ്നേഹം കൊണ്ട് തന്നെയാണ് വിളിച്ചത്. ഇവരെന്തിനാണ് ഇതൊക്കെ എന്നിൽ നിന്നും അച്ഛനിൽ നിന്നുമൊക്കെ മറച്ചു പിടിക്കുന്നത്? ഞങ്ങൾ ഏറ്റവും കൂടുതൽ കാണാൻ ആഗ്രഹിക്കുന്ന ഒരു കാഴ്ചയായിരുന്നല്ലോ അത്, പിന്നെ എന്തിനാ ഇവർ എന്നിൽ നിന്നും മറച്ചു പിടിക്കുന്നത് എന്നൊക്കെ ചിന്തിക്കുകയാണ് ആദർശ്. എന്നിട്ട് ഇക്കാര്യത്തെക്കുറിച്ച് തൻ്റെ അച്ഛനോടും വിളിച്ച് പറയുന്നുണ്ട്. ആ സമയത്ത് അച്ഛൻ പറയുന്നുണ്ട്, ഇതെന്തായാലും അങ്ങനെ വിട്ടാൽ പറ്റില്ല, അവരെന്താ നമ്മളോട് ഇക്കാര്യത്തെക്കുറിച്ച് പറയാത്തത്? എല്ലാം തുറന്ന് പറയേണ്ടതല്ലേ, കാരണം നമ്മളും മുത്തശ്ശനും ഒക്കെ അത്രയും ആഗ്രഹിച്ചിരിക്കുന്ന ഒരു കാര്യമാണല്ലോ. നയനമോളും അതെന്താ തുറന്ന് പറയാത്തത്? ഇങ്ങനെയുള്ളൊരു സന്തോഷ വാർത്ത വരുമ്പോൾ നമ്മളോട് അത് പങ്കിടണ്ടേ? നയനയും അമ്മയുടെ കൂടെ കൂടിയിട്ട് നാടകം കളിക്കുകയാണോ? ഇപ്പോൾ നമ്മളെ വേണ്ട, അമ്മയെ മാത്രം മതി എന്നായോ നയനയ്ക്ക് എന്നുള്ള രീതിയിലൊക്കെ അച്ഛനും നയനയെ കുറ്റപ്പെടുത്തി സംസാരിക്കുകയാണ്. ആ സമയത്ത് ആദർശം പറയുന്നുണ്ട്, ഇത്രയും കാലം അവൾ കൂടെ നിന്ന് ചതിക്കുകയായിരുന്നു, നാടകം കളിക്കുകയായിരുന്നു. ഞാൻ അമ്മയെക്കുറിച്ച് ചോദിക്കുന്ന സമയത്തൊക്കെ അമ്മയ്ക്ക് എന്നോട് ദേഷ്യമാണ്, അതൊന്നും മാറാൻ പോകുന്നില്ല എന്നുള്ള രീതിയിലൊക്കെ വിദഗ്ധമായിട്ടാണ് അവൾ കള്ളങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇത് എനിക്ക് ഒരിക്കലും പൊറുക്കാനും സഹിക്കാനും പറ്റില്ല എന്ന് പറയുകയാണ് ആദർശ്. ആ സമയത്ത് ജയൻ പറയുന്നുണ്ട്, അതൊന്നും കാര്യമാക്കണ്ട മോനെ, കാരണം അമ്മ പറഞ്ഞിട്ടുണ്ടാവും ആരോടും പറയരുത് എന്നുള്ളത്, അതുകൊണ്ടാവും മോളൊന്നും പറയാത്തത്, അല്ലെങ്കിൽ പറഞ്ഞേനെ എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് ആദർശ് പറയുന്നുണ്ട്, അമ്മ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിലും അവൾ എന്നോടൊരു വാക്ക് പറഞ്ഞൂടെ, ഞങ്ങളെല്ലാം തമ്മിൽ ഷെയർ ചെയ്യുന്നതല്ലേ, പറയുന്നതല്ലേ, അവളെ ഞാൻ ഒരുപാട് സ്നേഹിക്കുന്നതല്ലേ, ഇപ്പോൾ ആദ്യത്തെ പോലെയൊന്നുമല്ലല്ലോ എന്നൊക്കെ പറയുകയാണ് ആദർശ്. അങ്ങനെ പിന്നീട് കോൾ കട്ട് ചെയ്യുകയാണ്. അങ്ങനെ പിന്നീട് ആദർശ് നയനയുടെയും ദേവയാനിയുടെയും അടുത്ത് വരുന്ന സമയത്തും ഇവർ നല്ല രീതിയിൽ നല്ല സൗഹൃദ സംഭാഷണത്തിലും വളരെയധികം അമ്മായിയമ്മയും മരുമകളും തമ്മിൽ നല്ല രീതിയിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് ആദർശ് അവരുടെ അടുത്തേക്ക് വരുന്നത്.
ആദർശിനെ കണ്ട ഉടൻ തന്നെ അവർ വിഷയം മാറ്റിയിട്ട് ദേവയാനി നയനയോട് ചൂടാകുന്നുണ്ട്. ആ സമയത്ത് ആദർശിന് വളരെയധികം ദേഷ്യം വരികയാണ്. എന്നിട്ട് ആ ഒരു ദേഷ്യം അവിടെ പ്രകടിപ്പിക്കുന്നുണ്ട്. എന്നിട്ട് അവരോട് പറയുന്നുണ്ട്, മതി, നിർത്തിക്കോ നിങ്ങളുടെ അഭിനയം, എല്ലാം എനിക്ക് മനസ്സിലായി, നിങ്ങൾ രണ്ടുപേരും കൂടെ ചേർന്ന് എന്നെ ചതിക്കുകയായിരുന്നല്ലേ, ഇനി ഈ നാടകം വെച്ച് മുന്നോട്ട് പോകണ്ട, നയനയ്ക്ക് നയനൻ്റെ വഴി, എനിക്ക് എൻ്റെ വഴി. നയനെ, നീ എന്നെ ചതിക്കുമെന്ന് ഒരിക്കലും ഞാൻ കരുതിയില്ല, എല്ലാം നീ എന്നോട് തുറന്ന് പറയുന്നതല്ലേ, ഇത്തരം ഒരു കാര്യം നീ ഞങ്ങളോട് പറയണ്ടേ, അച്ഛനും ഞാനും ഒക്കെ ഏറ്റവും അധികം ആഗ്രഹിച്ചിരിക്കുന്ന ഒരു കാര്യമായിരുന്നു നിങ്ങൾ രണ്ടുപേരും ഒന്നിക്കുക എന്നുള്ളത്, അങ്ങനെ ഒന്നിച്ചു കഴിഞ്ഞാൽ അതാദ്യം ഞങ്ങളോടല്ലേ പറയേണ്ടിയിരുന്നത് എന്നൊക്കെ പറഞ്ഞ് ചൂടായി പൊട്ടിത്തെറിക്കുകയാണ്. ആ സമയത്ത് ദേവയാനി പറയുന്നുണ്ട്, നീ എന്തിനാ മോനെ അവളോട് ചൂടാവുന്നത്, അവളോട് ഞാൻ പറയണ്ട എന്ന് പറഞ്ഞിട്ടാണ്, കാരണം ഞാൻ അവളെ സ്നേഹിച്ചു തുടങ്ങി എന്നുള്ളത് നിങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ എന്നെ കളിയാക്കും എന്നുള്ളതൊക്കെ കരുതിയിട്ടാണ് ഞാൻ മോളോടൊന്നും പറയാതിരുന്നത് എന്നൊക്കെ പറയുന്ന സമയത്ത്, ഓക്കെ, പറയാതിരിക്കാമായിരുന്നു, പിന്നീട് കള്ളങ്ങൾ പറഞ്ഞ് എന്തിനാണ് എന്നെ അങ്ങനെയൊന്നുമല്ല അമ്മ എന്നുള്ളതും, അവളോട് വളരെ ചൂടായിട്ടാണ് സംസാരിക്കുന്നത്, സ്നേഹിക്കുന്നില്ല എന്നുള്ള കള്ളത്തരങ്ങളൊക്കെ എന്തിനാ അവൾ പറഞ്ഞത്, നയന ഒരിക്കലും കള്ളങ്ങൾ പറയാത്ത പെൺകുട്ടിയല്ലേ, പിന്നെ അവൾ എന്താ ഇങ്ങനെയൊക്കെ പെരുമാറിയത്, ഇതെനിക്ക് ഒരിക്കലും പൊറുക്കാൻ പറ്റില്ല, അതിനെക്കൊണ്ട് ഇനി എൻ്റെ കാര്യങ്ങളും നോക്കിയിട്ട് എൻ്റെ പിന്നാലെ വരണ്ട, അവൾക്ക് അവളുടെ വഴി, എനിക്ക് എൻ്റെ വഴി, ഓഫീസിലെ ജോലിയൊക്കെ കിട്ടിയപ്പോൾ അവൾ തൻ്റേതായിട്ടുള്ള ആ ഒരു ഇത് എടുക്കാൻ തുടങ്ങിയതായിരിക്കും അല്ലേ എന്നൊക്കെ ആദർശ് ചൂടായി പറയുകയാണ്. അങ്ങനെ ഇതൊക്കെ കേട്ടിട്ട് നയനയ്ക്കാണെങ്കിൽ താങ്ങാൻ പറ്റാതെ സങ്കടം കൊണ്ട് എന്ത് പറയണം എന്നുള്ള ആ ഒരു അവസ്ഥയിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഇനി വരാൻ പോകുന്നത് എന്താണ് എന്നുള്ളത് നമുക്ക് അടുത്ത എപ്പിസോഡിലൂടെ കാണാം. ഓക്കെ.